അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെയാണ് ആർസിഎം ഗോതമ്പിന്റെ പ്രത്യേകത. ഇവിടെ 5 ക്വാളിറ്റി ഉണ്ട്. ഇതാ 5 ക്വാളിറ്റി അല്ല, ഒരു ക്വാളിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഇത് ചക്കി ഫ്രഷാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ചു പൊടിപ്പിക്കുന്നതാണ്, ചൂടാവുന്നില്ല. മെഷീൻ സെറ്റ് ചെയ്ത് ഇടിച്ചു പൊടിപ്പിക്കുന്നതാണ്. ഇടിച്ചു പൊടിപ്പിക്കുന്നത് കൊണ്ട് നാരുകളും പോഷകങ്ങളും നഷ്ടപ്പെടുന്നില്ല. രണ്ടാമതോ, ഇത് ഹോൾ വീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ പോഷകങ്ങളും ഈ ഗോതമ്പിലുണ്ടാവും. പല ഗോതമ്പ് കമ്പനികളും ഗോതമ്പിലുള്ള പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം ഹോർലിക്സ്, ബോൺവിറ്റ തുടങ്ങിയ കമ്പനിക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടാകും. മൂന്നാമത്തെ പ്രത്യേകത, ഇത് മുളപ്പിച്ച് പൊടിപ്പിക്കുന്നതാണ്. ജെർമിനേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നു. 18 മണിക്കൂറോളം സാധാരണ ഊഷ്മാവിൽ ഉണങ്ങാൻ അനുവദിച്ചുകൊണ്ടാണ് പൊടിച്ചു തരുന്നത്. അപ്പോൾ ധാന്യം മുളപ്പിച്ചാൽ എന്താ ഗുണം? സുഭാഷിന് വേണം, എന്താ ഗുണം? പ്രോട്ടീൻ കൂടുതലാണ്. നമ്മൾ എന്താ മുളപ്പിച്ച് കുട്ടികൾ കൊടുക്കാറുള്ളത്? പയറ് മുളപ്പിച്ച് കൊടുക്കാറല്ലേ? പ്രോട്ടീൻ കൂടുതലാണ്. ഇതും പ്രോട്ടീൻ കൂടുതലായിരിക്കും, നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. നാലാമത്തെ പ്രത്യേകത ഇവിടെ തന്നെയുണ്ട്, നോ അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ രുചി കൂട്ടാനായിട്ട് മറ്റ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ മാർക്കറ്റിലെ പല ഗോതമ്പിലും അഡിറ്റീവ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ പ്രത്യേകത ഇതാ കാണാം, നോ പ്രിസർവേറ്റീവ്സ്. പാഴിപ്പോവാതിരിക്കാനായിട്ട് മറ്റ് രാസവസ്തുക്കളൊന്നും ചേർക്കുന്നില്ല. പക്ഷേ മാർക്കറ്റിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 മാസമായിരിക്കും ഇതിൻ്റെ ബെസ്റ്റ് ബിഫോർ 90 ഡേയ്സ് അല്ലേ? കൂടുതൽ നാൾ ഇരിക്കുന്നതാണോ കൂടുതൽ നാൾ ഇരിക്കാത്തതാണോ നല്ലത്? കൂടുതൽ നാൾ ഇരിക്കാത്തതാണ് നല്ലത് അല്ലേ? ഇത് പൊട്ടിച്ച ഉടനെ എന്ത് ചെയ്യണം? ഉപയോഗിച്ച ശേഷം അടച്ച് ഭദ്രമായിട്ട് അടച്ചു, എയർ സർക്കുലേഷൻ വരാത്ത രീതിയിൽ ഭദ്രമാക്കി അടച്ചു വയ്ക്കുക. മറ്റ് യാതൊരു കെമിക്കൽസും അടങ്ങിയിട്ടില്ല. ഇത് നമുക്ക് നമ്മുടെ എണ്ണ ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എണ്ണ ഉപയോഗിച്ച് ചപ്പാത്തിയോ പൂരിയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റ് ആയിരിക്കും. ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി നോക്കുക, നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ശരിയാണ് മേഡം ഞാൻ പറഞ്ഞത്? ഉപയോഗിച്ചിട്ടില്ലേ? വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇനി വിലയോ? ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു മാവ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് മാർക്കറ്റിൽ. എന്നാലും ഏകദേശം ഈ ക്വാളിറ്റി വരുന്ന ഗോതമ്പ് പൊടി മാർക്കറ്റിൽ എത്ര കൊടുക്കേണ്ടി വരും? 2 കിലോയാണ് മിനിമം. ഒരു 150 രൂപയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ വില എത്രയാ? 137. ഇത്ര എഴുതുന്നു. ഒരു 5 പ്രോഡക്ട്സ് നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കുക. ഇനി 5 വേണമാണ് ഇത് കൂട്ടി പറയേണ്ടത്.